നമ്മുടെ വീടിൻ്റെ മുമ്പിൽ പോണ്ട് സെറ്റ് ചെയ്യുന്ന പാർട്ട് 3 വീഡിയോ ആണ് ഇത്. കഴിഞ്ഞ വീഡിയോക്കൊക്കെ ഒരുപാട് സപ്പോർട്ട് കണ്ടുണ്ട്. ഒരുപാട് പേര് ഒന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഏത് പെയിൻറ്റ് അടിക്കണം, ലീക്ക് വരാതെ എങ്ങനെ ചെയ്യണം എന്നൊക്കെ നല്ല നല്ല ഐഡിയാസ് ആണ് പറഞ്ഞു തന്നത്. ആക്ച്വലി നമ്മൾ പെയിൻ്റ് ഒക്കെ നേരത്തെ മേടിച്ച് വെച്ചായിരുന്നു. മഴയ്ക്ക് മുമ്പ് എങ്ങനെയും പെട്ടെന്ന് തീർക്കാനുള്ള ഒരു ഐഡിയ ആയിരുന്നു. അപ്പോൾ മഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ പറഞ്ഞ എല്ലാ ഐഡിയയും നമ്മൾ പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കുളത്തിന് പെയിൻറ്റ് അടിക്കുന്ന കൂട്ടത്തിൽ തന്നെ സൈഡിലുള്ള ഈടിക്കും നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് അങ്ങ് അടിച്ചായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ബ്ലാക്കായിട്ട് നിൽക്കുന്ന കാണുമ്പോൾ ഒരു രസമുണ്ട്. പിന്നെ നമ്മൾ വെള്ളമെല്ലാം ഫില്ല് ചെയ്ത് നോക്കി. അപ്പോൾ ഇതിനകത്ത് എന്ത് മീനെ ഇടുമെന്നുള്ളൊരു ഡൗട്ട് നമ്മൾ ഇരുന്നപ്പോൾ നമ്മൾ കിണർ വറ്റിച്ചത്. നമ്മുടെ നാട്ടിൽ കിണർ തേക എന്നൊക്കെ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. പണ്ട് കിണറ്റ് ചേട്ടൻ ഒരു മീനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ മീനെ കിട്ടി. അധികം വലുതായിട്ടൊന്നുമില്ല. ഈ മീൻ ഏതാണെന്ന് മനസ്സിലായവരൊന്ന് കമന്റ് ചെയ്യും. അറിയാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ ഇത് ഏത് മീനാണെന്ന് പറയുന്നത്. അപ്പോൾ പെയിന്റ് ഒക്കെ അടിച്ച് നമ്മൾ ഒരു ദിവസം കുളത്തിൽ ഫുള്ള് വെള്ളം നിറച്ചിട്ടു. അത് കഴിഞ്ഞ് മീനെ ഇടാൻ വേണ്ടി പിറ്റേ ദിവസം നോക്കിയപ്പോഴും വെള്ളം മാത്രമായിട്ട് ഇടുന്ന കാണാൻ ഒരു രസമില്ല. ഒരു നാച്ചുറൽ ഫീൽ കിട്ടണ്ടേ. അങ്ങനെ ഇരുന്നപ്പോഴാണ് പണ്ട് ഞാൻ ആലപ്പുഴയ്ക്ക് പോയപ്പോൾ അവിടുന്ന് കായലിൽ നിന്ന് കുറച്ച് ആഫ്രിക്കൻ പായൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് പറിച്ച് അതിനകത്ത് വെക്കാന്നായിരുന്നു. ഓരോന്നോരോന്നായിട്ട് ഞാൻ എടുത്ത് ഇതിനകത്ത് വെച്ചു. അത്യാവശ്യം വെച്ച് കഴിഞ്ഞപ്പോൾ കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. അപ്പോൾ പോണ്ടിന് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി. നമ്മൾ അത് ഉറപ്പായിട്ടും ചെയ്ത് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. എല്ലാം ഫുള്ള് സെറ്റ് ചെയ്ത് നമ്മൾ മീനെ പിടിച്ച് ഇതിനകത്തിട്ടു. ഈ മീൻ ഏതാണെന്ന് അറിയാത്തവർക്ക് ഇതാണ് നീലവാഹ. ബക്കറ്റ് കിടന്നപ്പോൾ ഇതിന്റെ കളർ കറക്റ്റ് എടുത്തറിയത്തില്ലായിരുന്നു. പക്ഷെ കുളത്തിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതിന്റെ കളർ നല്ലപോലെ എടുത്തറിയാം. കാണാനും നല്ല രസം. ഈ മീനെ കുറിച്ച് എനിക്ക് ഫുള്ള് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അറിയത്തില്ല. കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു. അതിനെ പിടിച്ച് കുളത്തിയിട്ടപ്പോഴും കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നോക്കേണ്ടതെന്നൊക്കെ അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തേക്ക്. അതുമല്ല ഇതിന്റെ കൂടെ വേറെ മീനെ ഇടാൻ പറ്റുമോ ഒന്ന് കമന്റ് ചെയ്തേക്ക്. അപ്പോൾ ഇനി പോണ്ടിന്റെ അടുത്തടുത്ത വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് കമന്റ് ചെയ്തേക്കുക. അതുപോലെ നമ്മുടെ ഹൗസ് റെനോവേഷൻ അവിടെ നടക്കുന്നുണ്ട്. അതിന്റെ വീഡിയോ താമസിക്കാതെ വരുന്നതായിരിക്കും. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടൂടെ നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇനി പോണ്ടിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമന്റ് ആയിട്ട് പറഞ്ഞു.